100% അവര് ചതിക്കുകയായിരുന്നു ചെയ്തത്. ഈ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടികളുടെ ഒരു 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 അതേ തരമുള്ള മനസ്സുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസം, അതായത് എന്റെ കൂടെ ഉള്ളവർ, എന്റെ ക്രൂ എന്നെ ചതിക്കില്ല എന്നുള്ള രീതിയാണ്. അതായത് ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആക്ടർ ചെയ്യുന്ന ഒരു റോള് മാത്രം ലാലേട്ടൻ കണ്ടു എന്ന് പറയുന്നത്, അതെ, ലാലേട്ടന്റെ റോളുകൾ മാത്രം അദ്ദേഹം ശ്രദ്ധിച്ചു, എങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്. ഇപ്പം ഫൈനൽ ഔട്ട് വരുന്ന സമയത്തുള്ള സാധനം അല്ല ഇവരെല്ലാവരും കണ്ടത്. ഒരു സസ്പെൻസ് പോലെ സസ്പെൻസ് എന്ന് പറഞ്ഞ് ഇയാൾ മാറ്റി വെക്കുകയായിരുന്നു. കാരണം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അയാളെക്കാളും അപകടകാരി, അയാളെ നിയന്ത്രിക്കുന്നത് അയാളുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയം വന്ന സമയത്ത് പൃഥ്വിരാജിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, എങ്ങനെയായിരുന്നു അയാൾ എടുത്തതെന്ന്. അതുപോലെ തന്നെ BBC എന്ന് പറയുന്ന ഒരു ചാനൽ നരേന്ദ്രമോദിജിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗുജറാത്തിലെ ഈ കലാപ കാര്യങ്ങളും ഇതുമെല്ലാം BBC ആണ് ആദ്യം എടുത്ത് പുറത്തിടുന്നത്. അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പല പോരാട്ടങ്ങളും ഇവിടെ ഉണ്ടായി. അതും ആ സമയത്ത് ഞാനിവിടെ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ഇതിനെതിരെ BBCക്കെതിരെ ഒരു പത്രസമ്മേളനവും ഞാൻ നടത്തി. എന്നാൽ അതേ ആശയം തന്നെയാണ് ഇപ്പം ഈ പറയുന്ന പൃഥ്വിരാജിലൂടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ജനം കാണുന്നത്. അപ്പൊ ഇതിന്റെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്തിരിക്കുന്ന ആരാണ്? സുപ്രിയ.